പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. ആരോഗ്യ സർവകലാശാല വിഭജിക്കുന്നു, എന്നിട്ട് ആയുഷ് സർവകലാശാലയാണ് വരുന്നത്. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു നീക്കം കൂടി. ആയുർവേദം, ഹോമിയോ, സിദ്ധ, പ്രകൃതി ചികിത്സ, യുനാനി, ആയുഷിൻ്റെ കീഴിൽ വരുന്ന ഈ വിഭാഗങ്ങളുടെ പഠനവും ഗവേഷണവും വളർച്ചയുമെല്ലാം ലക്ഷ്യമിട്ടാണ് ആയുഷ് സർവകലാശാല വരുന്നത്. അലോപ്പതി ഉൾപ്പെടെ എല്ലാ വൈദ്യശാഖകളും ഒരു സർവകലാശാലയുടെ കുടക്കീഴിലാകുമ്പോൾ പ്രകൃതി ചികിത്സ, ആയുർവേദം തുടങ്ങിയിട്ടുള്ള മറ്റെല്ലാ ചികിത്സാ ശാഖകൾക്കും താഴ്ന്ന പരിഗണന മാത്രമാണ് ലഭിക്കുന്നതെന്നുള്ള പരാതി അതിശക്തമായിട്ടുള്ളതാണ്. ഇവിടെ ആയുഷ് വിഭാഗങ്ങൾക്ക് ഒരാരോഗ്യ സർവകലാശാല വരുമ്പോൾ അത് കരിയറിസ്റ്റുകളുടെ ഒരു വിഹാരരംഗമാകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ രാഷ്ട്രീയ യൂണിവേഴ്സിറ്റികളാണ്. അവിടെ പോരുകളാണ് നടക്കുന്നത്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, മഹാത്മാഗാന്ധി സർവകലാശാല. അവിടെ ഒട്ടുമില്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഗാന്ധി മാത്രമാണ്. ഗാന്ധിയൻ ചിന്തകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുണ്ടായ ഒരു സർവകലാശാലയാണ്. അവിടെ ഒരു ഗാന്ധിയൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നുമില്ല. ഞാൻ ഗാന്ധിമാർഗ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നറിയാമല്ലോ. ഞങ്ങൾ നടത്തുന്ന പല പ്രവർത്തനങ്ങളും, ഗാന്ധിയൻ രംഗത്തുള്ള പല കാര്യങ്ങളും അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു, പങ്കെടുക്കാൻ പറയുകയൊക്കെ ചെയ്തിരുന്നു. വൈക്കം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമ്പ് നടന്നു. ഗാന്ധിജിയുടെ ആത്മകഥയുടെ 100 വർഷം പ്രമാണിച്ച് നടന്നു. വിളിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് അവിടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഇതാവാതിരിക്കാൻ ആരോഗ്യമന്ത്രി തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് ഇതൊട്ടും സ്വീകാര്യമാവില്ല, അവർക്കൊട്ടും സമ്മതമാവില്ല. അവർക്ക് സ്വീകാര്യമായില്ല, സമ്മതമായില്ല എങ്കിൽ നമുക്കെന്താണ് എന്നൊരു ചോദ്യം സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അവർ സമ്മതിക്കത്തില്ല, അവർ മനുഷ്യരെ വിലക്കെടുക്കും. ആയുഷ് സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് 10-20 കോടിയെല്ലാം കൊടുത്ത് നിഷ്ക്രിയരാക്കാൻ, അതും അതിനപ്പുറം അവർ ചെയ്യും. അവരുടെ പ്രലോഭനത്തിന് വീഴാതെ അതുമായിട്ട് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ തട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ഭാഗം ഇതിനുണ്ട്. അതവിടെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് ശരിയായത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ പേടിച്ചിട്ടായിരുന്നെങ്കിൽ പണ്ടേ നമ്മൾ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അത് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അവർ ഇല്ലാത്ത ആരോപണങ്ങൾ മുഴുവൻ കൊണ്ടുവരും, വ്യാജ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ പോവുകയാണെന്നെല്ലാം പറയും. പക്ഷെ ഒരു സർവകലാശാല ഉണ്ടായിക്കഴിഞ്ഞാൽ നിരീക്ഷണം, എവിടെയാണ് യഥാർത്ഥത്തിൽ രോഗങ്ങൾ മാറുന്നത്. ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് പ്രയോഗിച്ച് രോഗം മാറാതെയാക്കുന്നതും രോഗം പല രോഗമാക്കുന്നതും തികഞ്ഞ അസംബന്ധമാണ്, തികഞ്ഞ അശാസ്ത്രീയമായ പ്രയോഗങ്ങളാണ്. അവിടെയാണ് ശാസ്ത്രമായിട്ട് കാണേണ്ടത്. ലാബിൽ തെളിഞ്ഞു എന്നുള്ളത് കൊണ്ട്, പരീക്ഷണ സാഹചര്യങ്ങളിൽ തെളിഞ്ഞു എന്നുള്ളത് കൊണ്ട്, ജീവൻ്റെ മേഖലകളിൽ, ജീവിതത്തിൻ്റെ മേഖലകളിൽ, ജനങ്ങളിൽ അത് തെളിയണമെന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഫാർമക്കോ വിജിലൻസ് എന്നൊക്കെ ചില പേരുകളിൽ, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ചില പേരുകളിൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശാസ്ത്രം ശരി തന്നെയാണോ എന്ന് പ്രയോഗത്തിലൂടെയാണ് കാണേണ്ടത്. ആ പ്രയോഗത്തിലൂടെ ഏതാണ് ഏറ്റവും നന്നായി രോഗികളെ സഹായിക്കുന്നത്, ആവർത്തിച്ച് പരീക്ഷിച്ചാലും ഫലം തരുന്നത് ഏതാണ്, ദോഷം തരാത്തത് ഏതാണ്, ഊതിക്കാച്ചിയ പൊന്നുപോലെ തെളിഞ്ഞു വരുമ്പോഴാണ് ശാസ്ത്രമാകുക. ശാസ്ത്രീയമായ ധാരണകൾ, നിഗമനങ്ങൾ, കണ്ടെത്തലുകൾ ശരി തന്നെയാണ് എന്ന് പറയാനാകുന്നത് അപ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അലോപ്പതി ആശുപത്രികൾ, പ്രകൃതി ചികിത്സാലയങ്ങൾ, ആയുർവേദ ആശുപത്രികൾ, ഹോമിയോ ചികിത്സകൾ, യുനാനി, സിദ്ധ എല്ലാം നിരീക്ഷിക്കാനുള്ളൊരു സംവിധാനം കൂടെ ആരോഗ്യമന്ത്രി കൊണ്ടുവരണം.
പഠിക്കാൻ ഏതായാലും യൂണിവേഴ്സിറ്റിക്ക് സാധിക്കും. അതിൽ ഏറ്റവും കൃത്യമായി, വ്യക്തമായി, ശക്തമായി, ലളിതമായി, ചെലവ് കുറഞ്ഞ്, അപകടങ്ങളില്ലാതെ ഏത് ചികിത്സയാണ് കൂടുതൽ റിസൾട്ട് തരുന്നത്? ഇന്നേ വരെ ലോകത്ത് ഇങ്ങനെയൊരു ഓഡിറ്റ് നടന്നിട്ടില്ല. വിവിധ ചികിത്സാ വിഭാഗങ്ങളിൽ ഒരു ഓഡിറ്റ് നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ശരിയായ പഠനങ്ങൾ നടത്താൻ അലോപ്പതിയുടെ മുഴക്കോല് വെച്ച് ആയുർവേദത്തെ അളന്നിട്ട് കാര്യമില്ല. പ്രകൃതി ചികിത്സയെ ഒട്ടും അളക്കാൻ സാധിക്കില്ല. പക്ഷേ മെഡിക്കൽ സയൻസ്, മോഡേൺ മെഡിക്കൽ സയൻസ് എന്തു പറയുന്നു, അത് വെച്ച് നിങ്ങൾക്ക് പ്രകൃതി ചികിത്സയെ അളക്കാൻ സാധിക്കും. കാരണം പ്രകൃതി ചികിത്സയിൽ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ആ ടെക്സ്റ്റ്, ആ തിയറി നേരെ അപ്ലൈ ചെയ്യുന്ന, റിസൾട്ട് ഉണ്ടാക്കുന്ന യഥാർത്ഥ ചികിത്സയാണ് പ്രകൃതി ചികിത്സ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആരോഗ്യ സർവകലാശാല വിഭജിച്ച് ആയുഷ് സർവകലാശാല ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഏത് ചികിത്സയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ രക്ഷിക്കുന്നത്, സഹായിക്കുന്നത്, ഫലപ്രദമായിരിക്കുന്നത് എന്ന ഒരു നിഗമനം കൂടെ എത്താൻ കഴിയുന്ന ഒരു സംവിധാനവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പഠനവും ഗവേഷണവും ഒക്കെ നടക്കട്ടെ. എൻ്റെ 7 പ്രകൃതി ചികിത്സാ ആശുപത്രികളും നേച്ചർ ലൈഫ് ഹോസ്പിറ്റലുകൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത്, തൃശ്ശൂരിൽ പട്ടിക്കാടും കോടന്നൂരിനും, ആലുവയിൽ ഏലൂക്കര, ആലപ്പുഴയിൽ കൈനകരി, കായംകുളത്തിനടുത്ത് വെട്ടിക്കോട്, തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയ്ക്കടുത്ത് നെടിയവിള, 7 ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഒരു നിഷ്പക്ഷ സംഘത്തെ, ഫാർമക്കോളജിസ്റ്റുകളോ ജേർണലിസ്റ്റുകളോ റിട്ടയർഡ് ജഡ്ജിമാരോ ഒക്കെ ആവാം, അതേപോലെ സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരുമായ എത്തിക്കലായിട്ടുള്ള ഡോക്ടർമാരും ആവാം, ആയുർവേദത്തിൻ്റെ ആവാം, ഹോമിയോയുടെ ആവാം, സിദ്ധയാവാം. ഒരു ടീം ഒരു കൊല്ലം നേച്ചർ ലൈഫിൻ്റെ 7 ചികിത്സാലയങ്ങളും ഈ സംഘം നിരീക്ഷിക്കട്ടെ, പഠിക്കട്ടെ. എവിടെയാണ് യഥാർത്ഥത്തിൽ രോഗം മാറുന്നത്? ഏറ്റവും കുറഞ്ഞ ചെലവിൽ, അപകടങ്ങളില്ലാതെ, ആരോഗ്യകരമായി രോഗിയുടെ മനസ്സിനെയും ശരീരത്തെയും എവിടെയാണ് കൂടുതൽ സഹായിക്കുന്നത്? ഏത് രീതിയാണ് രോഗിക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നത്? പരസഹായം കൂടാതെ, അടിമത്തമില്ലാതെ. പകരം ഒരു ആശുപത്രി, അലോപ്പതി ആശുപത്രി, ആയുർവേദ ആശുപത്രി, സിദ്ധ ആശുപത്രി, യുനാനി ആശുപത്രി, ഹോമിയോ ആശുപത്രിയും കൂടെ താരതമ്യ പഠനത്തിന് വിധേയമാക്കാൻ ഈ ആയുഷിൻ്റെ സർവകലാശാലയ്ക്കുള്ളിലോ അല്ലെങ്കിൽ അതിനു പുറത്തോ ഒരു സംവിധാനം കൂടെ ഉണ്ടാക്കണം. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഓരോന്നിനെക്കുറിച്ചും കൃത്യമായ ധാരണകൾ ജനങ്ങൾക്ക് സത്യസന്ധമായി കിട്ടട്ടെ. അതിനുകൂടെ ആരോഗ്യമന്ത്രി തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥനയോടെ ആയുഷ് സർവകലാശാലയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഏതായാലും ആരോഗ്യമന്ത്രിയുടെ കൂടെ കൃത്യമായ ഉപദേശം നൽകാനും ശരിയായ വഴിയിലൂടെ ജനങ്ങൾക്ക് സമർപ്പിതമായ, ജനങ്ങളെ രക്ഷിക്കാനുള്ള സന്മനസ്സുള്ള ഒരു ടീം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഈ കാര്യങ്ങൾ നടത്താൻ ഒരിക്കലും സാധിക്കില്ല. അതേപോലെ വി.ഡി. സതീശൻ്റെ ഈ ഭരണത്തിന് മാറ്റുകൂട്ടുകയാണ് ആരോഗ്യമന്ത്രിയുടെ വളരെ വേഗത്തിലുള്ള ഈ നീക്കങ്ങൾ എന്നതും പറയാതെ വയ്യ. കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം, ആ ഭരണം കൊണ്ട് സത്യം പറയുന്ന ഞങ്ങളൊക്കെ ജയിലിലും കള്ളക്കേസുകളിലും കുടുങ്ങി ഈ രാജ്യത്തെ പരമ്പരാഗത ചികിത്സകരെ വേട്ടയാടുകയായിരുന്നു ഈ കഴിഞ്ഞ 10 കൊല്ലം. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. 4 കേസുകളുണ്ട്. അതിനെ അതിജീവിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എത്ര പേർക്കത് സാധിക്കും? നാട്ടിൽ മാനക്കേടുണ്ടാക്കി, ഒരു പോലീസ് റെയ്ഡ് നടത്തി മാനക്കേടുണ്ടായാൽ ആര് പിന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലും? അങ്ങനെ മാനക്കേടുണ്ടാക്കി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഭരണങ്ങളുടെ ലക്ഷ്യം.
അക്കാര്യത്തിൽ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി വളരെ ഭേദമായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കാതെ നിവൃത്തിയില്ല. അവരങ്ങനെ ഒരു വിച്ച് കണ്ട് ഒരു വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ശൈലജ വളരെ ഹീനമായ രീതിയിലാണ് ആരോഗ്യവകുപ്പിനെ കൈകാര്യം ചെയ്തിരുന്നത്. അലോപ്പതിക്കാരുടെ മരുന്ന് കമ്പനികളുടെ ദാസിയായി ഞങ്ങളെ വേട്ടയാടാനാണ് അവരിരുന്നത്. ആ ഒരവസരത്തിൽ മാനം തെളിഞ്ഞു എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് വി ഡി സതീശൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. ആരോഗ്യമന്ത്രി കെ മുരളീധരന് ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവിധ പിന്തുണകളും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം. കഴിയുന്നത്ര ആളുകൾക്ക് ഷെയർ ചെയ്യണം. നമ്മളെല്ലാവരും കൂടെ പിന്തുണ നൽകി ശരിയായ വഴിയിൽ സർക്കാരുകൾ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സർക്കാരിനെ ആ സമയത്ത് തിരുത്താത്തത് കൊണ്ട് കൂടിയാണ് കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ മാഫിയ സംഘങ്ങളുടെ ദുർഭരണം കേരളത്തിലുണ്ടായത്. അത് മേലിൽ സംഭവിക്കാതിരിക്കാൻ ഈ സർക്കാരിനും തെറ്റുപറ്റുമ്പോൾ അവിടെ വിമർശിക്കാൻ നമുക്ക് സാധിക്കണം. നന്ദി, നമസ്കാരം.